ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഉണക്ക അയിലയും പച്ച ഏത്തക്കായും കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. തേങ്ങ അരച്ച് തയ്യാറാക്കിയ ഈ ഉണക്കമീൻ കറിക്ക് നല്ല ടേസ്റ്റായിരുന്നു. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. 2 ഉണക്ക അയലയും 2 പച്ച ഏത്തക്കായും പിന്നെ കുറച്ച് ഇരുമ്പുളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇരുമ്പുളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വാളംപുളിയും ചേർക്കുന്നുണ്ട്. ഇരുമ്പുളി ഇല്ലെങ്കിൽ വാളംപുളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിത് പറമ്പിലുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് പറിച്ചെടുത്തന്നേ ഉള്ളൂ. കൂടുതൽ ഉപ്പുണ്ടെങ്കിൽ പോയി കിട്ടാനായിട്ട് അയല ഒരു ചട്ടിയിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. ഈ സമയം കൊണ്ട് കായും ഇരുമ്പുളിയും എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. കായുടെ തൊലിയെല്ലാം ചീന്തി കളഞ്ഞ ശേഷം 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കായ അതിലോട്ടാണ് കറ പോകാനായിട്ട് അരിഞ്ഞിടുന്നത്. ഇങ്ങനെ 2 ഏത്തക്കായി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കാം. കായെല്ലാം ഒരു 3-4 പ്രാവശ്യം കഴുകിയ ശേഷം ഒരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. കറിയിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഉണക്കമീൻ ചേർത്ത് വെന്തതിന് ശേഷം നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം കുറച്ച് പറ്റി കഷ്ണങ്ങൾ ഇപ്പോൾ ഏകദേശം പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചെറിയ 2 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇരുമ്പുളി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ പുളിയും കൂടി കറിക്ക് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ 2 ചെറിയ കഷ്ണം കുടംപുളി ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ഇരുമ്പുളി ചേർക്കുന്നില്ലെങ്കിൽ പുളിക്ക് ആവശ്യമായ കുടംപുളി ചേർത്ത് കൊടുക്കണേ. ഇരുമ്പുളിയും കറിയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം വെട്ടി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഉണക്കായയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചാറിലേക്ക് കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്കും കറിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. കറി തിളച്ച് ചാറ് കുറുകി കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ സമയം കറിക്ക് എത്ര ചാറ് വേണമോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. തവി കൊണ്ട് കറി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. കറിയിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയം ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറി തവി കൊണ്ടൊന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. സാവധാനത്തിൽ വേണം തവി കൊണ്ട് ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. ഇനി ചട്ടി അടച്ച് വെക്കണമെന്നില്ല, തുറന്ന് വെച്ച് തന്നെ കറി തിളപ്പിച്ചെടുക്കാം. കറി തിളച്ച് തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത് കറിയിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. സ്റ്റൗവിലേക്ക് ഒരു ചെറിയ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത്
കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കറിക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് താളിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്താൽ കറിക്ക് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. കറിയിലേക്ക് താളിച്ചൊഴിച്ച ശേഷം പെട്ടെന്ന് ഇളക്കി കൊടുക്കരുത്. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് ഈ ഫ്ലേവറെല്ലാം കറിയിലേക്ക് ഇറങ്ങിക്കിട്ടും. കടുക് താളിച്ച് ചേർത്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കാം. കറി തണുത്തപ്പോൾ കുറച്ച് കുറുകിപ്പോയായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റായിരുന്നു ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടി കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഉണക്കമീൻ ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കറിക്ക്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടായിരിക്കണേ. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.